ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പം നമ്മുടെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ലീവിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ്. അപ്പോൾ ഒരു ക്രോപ്പ് ടോപ്പാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1/2 മീറ്ററാണ് ക്ലോത്ത് എടുത്തിരിക്കുന്നത്. 1/2 മീറ്റർ തന്നെ ലൈനിങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലൈനിങ്ങിലാണ് ആദ്യം കട്ടിങ് കാണിക്കുന്നത്. ഇതൊരു 8 വയസ്സ് വരുന്ന കുട്ടിയുടെ അളവാണ്. ഇത് നമുക്ക് നിങ്ങളുടെ അളവിലേക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാം. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു ക്ലോത്തിനെ നമുക്ക് കറക്റ്റ് രീതിയിൽ മടക്കിയെടുത്ത് അളവുകളൊക്കെ കറക്റ്റായിട്ടിട്ട് വെട്ടിയൊക്കെ കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഷോൾഡറുകൾ മാർക്ക് ചെയ്യാം. എൻ്റെ സൗണ്ടൊക്കെ കുറച്ച് പോയിരിക്കുകയാണ്, എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. ഇപ്പോൾ നമ്മുടെ ഷോൾഡറായ 5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങളുടേത് ഷോൾഡർ 7 ഇഞ്ചാണെങ്കിൽ ആ 7 ഇഞ്ച് മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ 5 ഇഞ്ചാണ് ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. താഴേക്കും ആ 5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് കൈക്കുഴിയിലേക്ക്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അളവുകൾ തന്നെ ആയിരിക്കണം മാർക്ക് ചെയ്യേണ്ടത്. 7 ഇഞ്ചാണെങ്കിൽ 7 ഇഞ്ച്, 6.5 ആണെങ്കിൽ 6.5, അങ്ങനെ മാർക്ക് ചെയ്യണമേ. ഞാനിവിടെ 5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടുന്ന് നമ്മുടെ ആം ഹോളിൻ്റെ അവിടേക്കും ചെസ്റ്റ് വരച്ച് പോവുകയാണ്. ചെസ്റ്റ് ഞാനിവിടെ 7 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആ ഒരു ആം ഹോളിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ സെൻറ്റർ കണ്ടിട്ട് അവിടുന്ന് നമുക്കൊന്ന് കൈക്കുഴി വരച്ചു കൊടുക്കാം. ഇനി നമ്മുടെ വേസ്റ്റ് ഭാഗം അടയാളപ്പെടുത്തുക. ഇവിടെ ഞാൻ 6.5 ഇഞ്ചാണ് വേസ്റ്റ് അടയാളപ്പെടുത്തുന്നത്. ആ വേസ്റ്റ് അടയാളപ്പെടുത്തിയ ഭാഗവും നമ്മുടെ ആ ചെസ്റ്റിൻ്റെ ആ ഒരു കൈക്കുഴി ഭാഗവും എല്ലാം കൂടെ ചേർത്തുനിന്ന് വരച്ചു കൊടുക്കുന്നു. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. ഇപ്പോൾ ഇതൊരു കുട്ടിക്കായതുകൊണ്ടാണ് നമ്മൾ 3 ഇഞ്ചിൽ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. ഇത് കുറച്ചുകൂടെ ഒരു 14-15 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ ഒരു 3.5 ഇഞ്ചിലേക്കും, അതെല്ലാം ഇച്ചിരി വലിയ ആൾക്കാരാണെങ്കിൽ 4 ഇഞ്ച് വരെ അവിടുന്ന് അടയാളപ്പെടുത്തുക. അതായത് നമ്മുടെ ആ ഒരു കൈക്കുഴിയുടെ ഭാഗം ഉണ്ടല്ലോ, അവിടുത്തെ കാര്യമാണ് പറയുന്നത്. എന്നിട്ട് നമുക്ക് എത്രയാണോ ഇനി നമ്മുടെ കഴുത്തകലം നമുക്ക് മാർക്ക് ചെയ്യാം. അതൊക്കെ സാധാ പോലെ തന്നെ 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ആ ഒരു അളവ് ഞാൻ ആ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തിലേക്ക് നമ്മുടെ ആ ഒരു നെക്ക് മാർക്ക് ചെയ്യുന്ന ഭാഗവുമായിട്ട് ചേർത്തിങ്ങി വരച്ചെടുക്കുവാണേ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. കുട്ടി ആയതുകൊണ്ട് 3 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. കുറച്ചുകൂടെ വലിയ ആൾക്കാരാകുമ്പോൾ 4 ഇഞ്ചിലും അല്ലെങ്കിൽ 4.5 ഇഞ്ച് വരെ എടുക്കാവുന്നതാണ്. കാര്യം നമ്മൾ ഇതിന് ശേഷമാണ് നമ്മുടെ നെക്ക് ലെങ്ത് എത്രയാണോ അത് അടയാളപ്പെടുത്തുന്നത്. അപ്പം ഞാൻ ആ ഒരു എനിക്കിപ്പം ടോട്ടലായിട്ട് വേണ്ട നെക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 5 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ ആ 3 ഇഞ്ച് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടി ആ ഒരു സ്ക്വയർ ഷേപ്പിലാക്കി ഇട്ടിട്ടുണ്ടല്ലോ, അതിനുശേഷം അവിടെ നിന്നാണ് ബാലൻസ് ആയിട്ടുള്ള 2 ഇഞ്ച് നെക്ക് അടയാളപ്പെടുത്തുന്നത്. അവിടെ നമുക്ക് എത്ര ഷേപ്പാണോ ആവശ്യം, ഏത് ഷേപ്പാണോ ആവശ്യം അതങ്ങോട്ട് മാർക്ക് ചെയ്യുക. ഞാനിവിടെ 2 ഇഞ്ച് അതിന് ശേഷം മാർക്ക് ചെയ്യുന്നുണ്ട്. ഞാനൊരു വി ഷേപ്പാണ് മാർക്ക് ചെയ്തത്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത്, അതായത് ആ മാർക്ക് ചെയ്ത 3 ഇഞ്ചിൻ്റെ കൂടെ ആഡ് ചെയ്താണ് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത് കണക്കാക്കുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതിയേ. ഇത്രയേ ഉള്ളൂ. ആ 3 ഇഞ്ച് പ്ലസ് നമ്മുടെ എടുത്തിരിക്കുന്ന 2 ഇഞ്ച്, അതാണ് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷനായി പോവും. ഇപ്പോൾ 7 ഇഞ്ച് എടുക്കുന്ന ഒരാളാണെങ്കിൽ 4 ഇഞ്ചോ അല്ലെങ്കിൽ 3 ഇഞ്ച് നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ബാലൻസ് ആയിരിക്കും നമ്മൾ താഴേക്ക് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. അത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ ഫ്രണ്ടും ബാക്കും ഒരു നെക്ക് തന്നെയാണ് ചൂസ് ചെയ്തത്. അതുകൊണ്ട് ഒരളവ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ച് തന്നെ നമ്മുടെ മെയിൻ ഫാബ്രിക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ സ്ലീവാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ സ്ലീവിന് വേണ്ടി നമ്മൾ എത്രയാണോ കട്ട് ചെയ്ത് മാറ്റിയ പോർഷൻ, ഇപ്പം ഞാൻ 3 ഇഞ്ചാണ് കട്ട് ചെയ്ത് മാറ്റിയ പോർഷൻ. അപ്പോൾ ആ 3 അത് ഒരു വശവും മറ്റേ വശവും കൂടെ ആകുമ്പോൾ 6 ഇഞ്ച്.
അപ്പോൾ ആ 6 ഇഞ്ചും പ്ലസ് 1 ഇഞ്ച് 2 വശവും കൂടെ ജോയിൻ ചെയ്യുന്നതിനാവും. അങ്ങനെ 7 ഇഞ്ചിലാണ് ഇത് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇപ്പം 4 ഇഞ്ച് പ്ലസ് 8 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് 9 ഇഞ്ചിലായിരിക്കണം വലിയ ആൾക്കാരുടെ അളവിൽ എടുക്കേണ്ടതേ. അപ്പോൾ ഞാൻ അങ്ങനെ കട്ട് ചെയ്ത ഭാഗത്തിൻ്റെ അരികു വശം ഒന്ന് അടിച്ചു കൊടുക്കുവാണേ. നമ്മുടെ ആ ഒരു കട്ടിങ് എത്രയുള്ളേ. എനിക്ക് പനിയായിട്ടിരിക്കുന്നതുകൊണ്ടാണ് ആ ഒരു സൗണ്ടിന് ഒരു ബുദ്ധിമുട്ട്, ക്ഷമിക്കണേ. 2 അരികു വശവും ഇതേ അതുപോലെ അടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു 2 സൈഡ്, ആ ഒരു 2 സൈഡ് മാത്രമേ അടിക്കുന്നുള്ളേ. എന്നിട്ട് നമുക്കിവിടെ കുഞ്ഞു പ്ലേറ്റ് ഇട്ടെടുക്കണം. കണ്ടോ, കുഞ്ഞു പ്ലേറ്റ് ആയിട്ട് നമ്മൾ എടുക്കുവാണേ. ഇനി നമ്മുടെ നല്ല തുണിയും നമ്മുടെ ലൈനിങ് ക്ലോത്തുമായിട്ട് ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ സാധാ ചെയ്യുന്നത് പോലെ ക്ലോത്തുകൾ തമ്മിൽ അടിച്ചെടുക്കാം. പക്ഷെ നമ്മൾ ഇവിടെ നമ്മുടെ ഒരു കൈക്കുഴി ഭാഗം ഉണ്ടല്ലോ, അതും കൂടി അടിക്കുന്നുണ്ടേ. നെക്കിൻ്റെ ഭാഗം മാത്രമല്ല, നമ്മുടെ ആ കൈക്കുഴിയുടെ ഭാഗം കൂടെ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് അടിക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് നല്ല തുണിയുടെ നല്ല വശവും ലൈനിങ്ങിൻ്റെ നല്ല വശവും കൂടെ ചേർത്താണ് അടിക്കുന്നത്. നമ്മൾ സാധാ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഇവിടെ വ്യത്യസ്തമായിട്ട് നമ്മൾ കൈക്കുഴി കൂടി അടിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. എന്നിട്ട് എപ്പോഴും ചെയ്യുന്ന പോലെ ആ നെക്ക് പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. എന്നിട്ട് സെൻറ്ററിൽ ആ ഒരു നമ്മുടെ കുഞ്ഞു കട്ട് കൊടുത്തു തിരിച്ചെടുക്കണം. തിരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ നെക്കും ആ കൈക്കുഴി ഭാഗമൊക്കെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം. കണ്ടോ, കറക്റ്റായിട്ട് വെച്ച് നമ്മളങ്ങനെ പതിച്ചടിക്കണം. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും ഒന്നും മറക്കരുതേ. അങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടേ. ഇനിയാണ് നമ്മുടെ ആ ഒരു സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് തയ്യൽ തുമ്പൊന്നും വെളിയിൽ വരാതെ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് നമുക്ക് എടുക്കണം. അതിനായിട്ട് നമ്മൾ ആ മറിച്ചിട്ടെടുത്ത ആ മെയിൻ ക്ലോത്ത് ഉണ്ടല്ലോ, അത് വീണ്ടും നമ്മൾ തിരിച്ചെടുക്കുവാണേ. എന്നിട്ട് ആ തിരിച്ചിട്ടതിൻ്റെ അകം വശത്തുകൂടി നമ്മുടെ ആ ഒരു സ്ലീവിനെ കയറ്റി കൊടുക്കണം. ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ആ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇപ്പം നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്നത് ആ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തിനോട് ചേർത്താണ്, ഇപ്പോൾ സ്ലീവിൻ്റെ നല്ല വശവും കൂടെ ചേർത്താണ് അകത്തോട്ട് കയറ്റി കൊടുത്തത്. എന്നിട്ട് ഒന്നുകൂടെ വെളിയിലോട്ട് വെച്ച് നോക്കണേ, നല്ല വശവും തന്നെ ആണോ ഇരിക്കുന്നതെന്ന്. അങ്ങനെ ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കൊന്ന് ആ അകം വശം വെച്ച് തന്നെ അടിച്ചു കൊടുക്കണം. ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുത്തേക്കണേ. എന്നിട്ട് ഇതാ തിരിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി ആ ഓപ്പോസിറ്റ് സൈഡ് നമുക്കൊന്ന് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ബാക്ക് പീസും ചെയ്തെടുത്തിട്ടുണ്ടേ. എന്നിട്ട് വേണം നമ്മൾ പ്ലേറ്റ് ഇട്ട് ആ ഭാഗത്തേക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കങ്ങനെ പ്ലേറ്റ് ഇട്ട് കൊണ്ടുവരാം. കണ്ട, ഒരേപോലെ തന്നെ പിടിച്ച് ആ പ്ലേറ്റ് അങ്ങ് എടുക്കുവാണ്.
ഇങ്ങനെ കിട്ടിയിട്ടുണ്ടേ. ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ബാക്ക് പീസിൻ്റെയും ആ നല്ല വശം നമ്മൾ ചെയ്തെടുത്തതിനെ തിരിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെയും ആ ഭാഗത്തുകൂടെ നമുക്ക് നമ്മുടെ നല്ല സ്ലീവിൻ്റെ ഭാഗം കയറ്റി കൊടുക്കാം. നമ്മൾ അടിച്ച് എടുക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ നോക്കണം, നല്ല വശവും തമ്മിലാണോ വന്നിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യണമേ. നമ്മൾ ചിലപ്പോൾ ധൃതിക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വെച്ച് കൊടുക്കുമ്പോൾ ഒന്ന് തെറ്റിപ്പോകും. അപ്പോൾ നമുക്കങ്ങനെ കിട്ടിയിട്ടുണ്ടേ. എന്നിട്ട് നമുക്ക് ഒന്ന് അടിച്ചു കൊടുക്കാം. കറക്റ്റ് ലെവലിൽ തന്നെയാണോ ആ ഒരു സ്റ്റിച്ചിൻ്റെ ആ ഒരു പ്ലേറ്റിൻ്റെ എല്ലാ ഭാഗവും ആ ഒരു ഓപ്പണിംഗ് ഭാഗത്തു കൂടെ പുറത്തോട്ട് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണമേ. അല്ലെങ്കിൽ വെളിയിൽ സ്റ്റിച്ച് കൊള്ളാണ്ട് ചിലപ്പോൾ പ്ലീറ്റ് കിടക്കും. അപ്പോൾ നമ്മളെല്ലാം നന്നായിട്ട് തന്നെയാണോ വന്നതെന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുള്ളേ. എന്നിട്ട് ആ ബാലൻസ് കിടക്കുന്ന ആ കുറച്ച് ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ലെവലാക്കാം. അപ്പോൾ നമുക്കിതാ ഇങ്ങനെ വന്നിട്ടുണ്ട് കണ്ടോ. സ്ലീവിനെ നമ്മളിതാ ഇങ്ങനെ എടുത്തിടുമ്പോൾ ഇങ്ങനെ വരും കണ്ടോ. നല്ല വിടർത്തി എടുക്കുമ്പോൾ നല്ല ഭംഗിക്ക് കിടക്കും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സ്ലീവും കൂടെ ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ടും സ്ലീവിന് പ്ലീറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട്. ആ പറഞ്ഞതുപോലെ തന്നെ നല്ല മോശം വശം എടുക്കുന്നു. അതിൻ്റെ അകത്തേക്ക് നമ്മുടെ സ്ലീവിൻ്റെ നല്ല വശവും മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത്, നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞത് മനസ്സിലല്ലെങ്കിൽ ഒന്നുകൂടെ നോക്കണേ. സ്ലീവിൻ്റെ നല്ല വശവും മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും കൂടെ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഒരുമിച്ച് മുഖാമുഖം വരുന്ന രീതിയിൽ വരുന്ന ഭാഗം വെച്ച് വേണം ഉള്ളിലേക്ക് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. കണ്ടോ, ആ നല്ല വശവും മുഖാമുഖമാണ്, ഫേസ് ടു ഫേസ് ആണ് ഇപ്പോൾ ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്നുണ്ടെന്ന് ഉറപ്പാണെങ്കിൽ മാത്രം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കൈയും ബോഡി പാർട്ടും തമ്മിൽ തിരിഞ്ഞിരിക്കും. ഇപ്പം നമ്മളിതാ 2 സ്ലീവും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല ഭംഗിയാണ്. സ്ലീവ് വേണമെന്നുള്ളവർക്ക് അത് വിടർത്തി ഇങ്ങനെ ഇടാം. അല്ലാന്നുള്ളവർക്ക് ഇത് വെറുതെ ഒരു സ്ട്രാപ്പ് പോലെയും കിടക്കുവേ. ഇനി ഞാനിവിടെ ബാക്ക് ഓപ്പൺ ആണ്. അപ്പോൾ നമുക്കവിടെ ഹുക്കൊക്കെ അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് ബാക്കിൻ്റെ ആ ഒരു കറക്റ്റ് സെൻറ്റർ എടുത്തിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ പടിപ്പീസ് വെച്ചിട്ട് നമുക്ക് ഐയുടെയും ഹുക്കിൻ്റെയൊക്കെ ഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു 2 ഇഞ്ച് വലിപ്പം വരുന്ന ഒരു പീസ് എടുത്തിട്ട് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തിനോട് ചേർത്ത് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും നമ്മൾ തുടക്കക്കാരും കാണുന്നതായതുകൊണ്ട് അവർക്കും കൂടിയായിട്ടാണ് പറയുന്നത്. എന്നിട്ട് ആദ്യം ഒരു 1/2 ഇഞ്ച് മടക്കി പിന്നെ ഫുള്ളായിട്ട് മടക്കിയിട്ട് നമുക്കിങ്ങനെ ബാക്കിലോട്ട് നോക്കുമ്പോൾ ആ ഒരു ചേർത്ത തുണി ഫുള്ള് ബാക്കിലോട്ട് വരുന്ന രീതിയിൽ ആക്കിയിട്ട് ഇങ്ങനെ നമുക്കൊന്ന് പതിച്ചടിക്കാം. എന്നിട്ട് ആ ഒരു വശത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് വെക്കാം. ഇനി നമുക്ക് ഐ വരുന്ന ഭാഗം നോക്കാം. അവിടെ നമ്മൾ മോശം വശത്തിലോട്ടാണ് ആ ഒരു ഭാഗം ചേർത്തടിക്കുന്നത്. ഇപ്പോൾ ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് അങ്ങോട്ടൊന്ന് ചേർത്ത് കവർ ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മളിതാ മോശം വശവും കൂടെ ചേർത്ത് അടിക്കുവാണ്. എന്നിട്ടത് നല്ല ഭാഗത്തേക്ക് എടുത്തിടാം.
അവിടെ വരുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് മടക്കരുത്. ആദ്യം ഒരു കുറച്ച് മടക്കി എന്നിട്ട് ആ ഒരു മടക്കിനെ മടക്കി എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്തെ വശത്ത് വെച്ച് ഞാനൊരു സ്റ്റിച്ച് കൊടുക്കുവാണേ. ഇപ്പോൾ തന്നെ നമ്മൾ ഹുക്കിടുന്ന ഈ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്ത് പോകാം. നമ്മൾ ഇത് ചെയ്യാൻ അറിയാത്തവർ നമുക്ക് എത്ര ഗ്യാപ്പിലാണോ ഹുക്ക് വേണ്ടത് ആ ഹുക്കിനനുസരിച്ച് കുഞ്ഞു കുഞ്ഞ് ഇങ്ങനെ വരച്ചു കൊടുക്കണം. ഒരു കുഞ്ഞു കുഞ്ഞു വി ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണേ. എന്നിട്ട് ആ ഒരു ഷേപ്പിൽ കൂടെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ് ഇപ്പം തന്നെ നമുക്കങ്ങ് ചെയ്തെടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോണവേ. അങ്ങനെ അതും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബാലൻസ് ആയിട്ട് കിടക്കുന്ന ഭാഗങ്ങളൊക്കെ തന്നെ കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ തന്നെ ഇപ്പുറത്തെ വശത്തെയും ബാലൻസ് കിടക്കുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റുവാണേ. ഇനി നമുക്ക് ഇവിടെ ഇതിപ്പം ഒരു പടി വെച്ച് നമുക്ക് ഈ അറ്റ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു 2 ഇഞ്ച് വീതിയിലുള്ള തുണി എടുത്തിട്ടുണ്ട്. അതിൻ്റെ നല്ല വശത്തേക്ക് നമ്മൾ എടുത്തിട്ടിട്ട് ഉൾവശത്തേക്ക് ഒരു 1/2 ഇഞ്ച് ഇട്ടിട്ട് അവിടുന്ന് നമുക്ക് കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് വരാം. ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ തുടക്കക്കാരെ ഉറപ്പായിട്ടും ആ വീഡിയോയും കണ്ടുപോകണം. എന്നിട്ട് ആ തയ്ച്ച ഭാഗം നമുക്ക് ഉള്ളിലേക്ക് വെച്ചിട്ട് പതിച്ചടിച്ചെടുക്കാം. അപ്പം നമ്മൾ ആ ചേർത്ത് വെച്ച തുണിയുടെ ഒരു ഭാഗം പോലും വെളിയിലേക്ക് കാണില്ല. നന്നായിട്ട് ചേർത്ത് വെച്ച് നമുക്ക് അടിച്ചു പോകാം. ഇനി നമുക്ക് ആ ബാലൻസ് വന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പൊ നമ്മുടെ അടിഭാഗം ഇങ്ങനെ ആയിരിക്കും വരുന്നത്. പുറഭാഗം ഇങ്ങനെയും വരും. ഇതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തും നമുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. അവിടെയും നമുക്കിതുപോലെ 2 ഇഞ്ച് വീതിയിലുള്ള ഒരു തുണിയെടുത്ത് ഫ്രണ്ട് ഭാഗത്തും ഇതിൻ്റെ നല്ല വശത്ത് വെച്ച് അടിച്ചെടുക്കാം. ശേഷം അതും അകത്തേക്കിട്ട് പതിച്ചടിക്കാം. നമുക്കിങ്ങനെ പതിച്ചടിച്ചെടുക്കാവേ. ബാലൻസ് വന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പം നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു നെറ്റിൻ്റെ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൊണ്ടു കയറുന്ന പോലൊക്കെ തോന്നും, ഇറിറ്റേഷൻ തോന്നും. ഇത് വലിയവർക്കായാലും കുഞ്ഞു കുട്ടികൾക്കായാലും വേണ്ടിയുള്ളൊരു ടിപ്പാണ്. നമ്മൾ ആദ്യം നല്ല വശത്ത് വെച്ച് തന്നെ ഒന്ന് അടിച്ചെടുക്കുക. നിങ്ങളിപ്പോൾ ചിലപ്പോൾ വിചാരിക്കരുത് എനിക്ക് അബദ്ധം പറ്റിയെന്ന്. ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ നല്ല വശങ്ങൾ തമ്മിൽ മോശം വശങ്ങൾ തമ്മിൽ ചേർത്ത് ഇങ്ങനെ അടിച്ചെടുക്കുവാണേ. അതായത് നമ്മുടെ നല്ല ക്ലോത്തിൻ്റെ ഒരു ഭാഗത്ത് വെച്ച് അടിക്കുന്നുണ്ടേ. ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ നമുക്കൊരു ഈ ഒരു നെറ്റായാലും ഇപ്പോൾ ചിലപ്പോൾ കുത്തിക്കൊണ്ട് കയറുന്ന അങ്ങനത്തെ എന്തെങ്കിലും ഒരു തുണിയാണെങ്കിൽ തന്നെ നമ്മുടെ ദേഹത്ത് അങ്ങനെ ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാകത്തില്ല ഇങ്ങനെ അടിച്ചു കഴിയുമ്പോൾ. ഇനി വേണം നമ്മൾ തിരിച്ചിട്ടിട്ട് നമ്മുടെ ഷേപ്പ് എത്രയാണോ അതനുസരിച്ച് ഷേപ്പ് അടിച്ചെടുക്കേണ്ടത്. ഇപ്പം നോക്കിയാൽ നമ്മുടെ അകഭാഗത്ത് ആ ഒരു ക്ലോത്തിൻ്റെ ഒരു ഇറിറ്റേഷൻ ഭാഗവും നമുക്ക് വരുന്നില്ല. ഇങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
നമുക്ക് തിരിച്ചിട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം. അപ്പോൾ അതേ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ബ്ലൗസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സപ്പോർട്ടുകളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ന് കമൻറ്റ് ഇട്ടേക്കണേ. വളരെ സിമ്പിളായിട്ട് തുടക്കക്കാർക്കും എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിതൊക്കെ പറഞ്ഞിരിക്കുന്നതും കാണിച്ചിരിക്കുന്നതും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.